ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്നറിയോ? ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി. ഈ മന്ദാരം പൊക്കുന്നതിനാടാ ഐ ലവ് യു എന്ന് പറയണേ. അയ്യേ, നിന്നോട് ഇതാരാ പറഞ്ഞേ? എന്റെ അച്ചാച്ചൻ. പോലെ തന്നെ ചെറിയ അക്ഷരങ്ങളുണ്ട് കേട്ടോ. എന്താ പേര്? നിതീഷ്. ഈ ഐ ലവ് യു എന്ന് വെച്ചാ എന്താന്നറിയോ നിതീഷിന്? ഡിക്ഷണറി നോക്കിയാ കിട്ടും. ഞാൻ ലവ് സ്നേഹം. യു നീ. അപ്പൊ ഐ ലവ് യു എന്ന് വെച്ചാ ഞാൻ, സ്നേഹം, നീ. കൊള്ളാലോ. I love you. Love you too. ഓരോ കണ്ടുപിടുത്തത്തിന്റെ പുറകിലും ഒരു വലിയ ചോദ്യം ഉണ്ടായിരിക്കുന്ന സത്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ടീച്ചറെ, പുതിയ അഡ്മിഷനാ ടീച്ചർ. മോളുടെ പേരെന്താ? ജാനകി. അന്നാണ് ആ ഭസ്മം ഇട്ട സുന്ദരി ജാനകി ഞങ്ങളുടെ ക്ലാസ്സായ 5Fലേക്കും അതിലെ അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്. ഇതെന്താ ഇങ്ങനെയൊക്കെ? നിന്റെ അച്ഛന് ഭാഗവതരായോ? ഇല്ല. എന്താ? എനിക്കെല്ലാം മനസ്സിലായി മോനെ. നിനക്ക് അവളോട് അയിലിവല്ലേ? നീ കുറിയൊന്നും തൊട്ടിട്ട് ഒരു കാര്യമില്ല. നിനക്ക് അവളെ കിട്ടില്ലടേ. അതെന്താ? ആ രണ്ടാമത്തെ ബെഞ്ചിലേക്കൊന്ന് സുമേഷില്ലേ, അവനും അവളോട് അയിലവ്യ. അവൾക്ക് ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനൊക്കെ പഠിക്കണ കുട്ടിയല്ലേ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് സുമേഷ്? 1857. 1857. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. അടുത്ത ചോദ്യം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഇതാരാ പറയാൻ പോകുന്നേ? ആരാണ്? എനിക്കറിയില്ല. എന്താ അവിടെ മോനെ? അറിയില്ലല്ലോ. രക്ഷപ്പെട്ടു മാഷേ. ഇവനും അറിയില്ല. ആരാണെന്ന് അറിയുവോ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? സുമേഷ്. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. മിടുക്കൻ. ഇപ്പൊ ഉറപ്പായി. ഇനി അവളെ നീ നോക്കണ്ട. നീ പറഞ്ഞത് ശരിയാടാ. എനിക്ക് അവളെ കിട്ടില്ല. എന്ത് ചോദ്യം ചോദിച്ചാലും അവന് ഉത്തരം അറിയാം. അവനും പഠിക്കണ കുട്ടി, അവളും പഠിക്കണ കുട്ടി. നീ കഴിഞ്ഞ ആഴ്ചത്തെ സിനിമ കണ്ടിരുന്നു? ഡിസൈന ശബ്ദമല്ലേ? ഞാൻ മുഴുവൻ കണ്ടില്ല. ഞാൻ കണ്ടു. അതിൽ ലാലേട്ടനും വില്ലനും നായികയോട് ഐലവ്യ. നായികക്കാണ് വില്ലനോട് ഐലവ്യ. പക്ഷേ ലാലേട്ടനൊരു പാട്ട് പാടിയതും നായികക്ക് ലാലേട്ടനോട് ഭയങ്കര ഐലവ്യ.